മോഹൻലാൽ ഈ ചിരിച്ചും കളിച്ചും നടക്കണമെങ്കിലും മോഹൻലാൽ അതിശക്തനാണ്. എങ്ങനെ? അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് നമുക്ക് വേറൊരു കാര്യം പിടികിട്ടിയത്. മോഹൻലാലിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ. ആ വിശ്വശാന്തി ഫൗണ്ടേഷൻ വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ആരൊക്കെയാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഉള്ളത്? അണ്ടനും അടകോടൊന്നുമല്ല. RSSൻ്റെയും BJPയുടെയും വലിയ വലിയ ശക്തരായ നേതാക്കന്മാർ അതിൻ്റെ പുറകിലുണ്ട്. അതിൽ മെമ്പർമാരാണ്, ബോർഡ് മെമ്പർമാരാണ്, എല്ലാവിധം ആൾക്കാരും ഉണ്ട്. അവരൊക്കെ തമ്പടിച്ചിരിക്കുന്ന ഈ കൂടാരത്തിലാണ് മോഹൻലാലും ഉള്ളത്. അങ്ങനെയുള്ളവർ ഇരിക്കുമ്പോൾ മോഹൻലാലിന് പോറലേൽക്കാതെ സംരക്ഷിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? അതല്ലേ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ മോഹൻലാലിന് ഒരു ചുക്കും സംഭവിക്കില്ല. ചുക്കും സംഭവിക്കില്ല എന്ന് പറയാൻ കാരണം മോഹൻലാൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല. മോഹൻലാൽ ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി മുമ്പ് ഇവിടെ കൈലടിയുടെ ചെയർമാനായിരിക്കാം മോഹൻലാലിനെ വിളിച്ചിട്ടുള്ളത്. മോഹൻലാൽ അന്ന് നോ പറഞ്ഞു, ചിരിച്ച് കളിച്ചു തന്നു. അതേ സ്ഥാനത്ത് എല്ലാ പരിപാടിക്ക് വിളിച്ചാലും മോഹൻലാൽ സഹകരിക്കാറുണ്ട്. മോഹൻലാലിൻ്റെ BJPയുടെ ചാനലിൽ വിളിച്ചിട്ടുണ്ട്, മോഹൻലാൽ അവിടെയും പോയില്ല. എന്നാൽ പ്രോഗ്രാം എല്ലാം ചെയ്യും, എല്ലാവരും സഹായിക്കുകയും ചെയ്യും. മോഹൻലാൽ ആരാണ്? BJPക്കാരനായാണോ, CPM കാരനാണോ, ഇടതുപക്ഷക്കാരനാണോ,